വാഹനാപകടങ്ങൾ നിത്യസംഭവം. നിരത്തുകൾ കുരുതിക്കളങ്ങളായി മാറാതിരിക്കുവാനുള്ള മാർഗങ്ങൾ എന്തൊക്കെ? ഈ വിഷയത്തിലുള്ള പ്രതികരണമാണ് ഷെക്കേന ന്യൂസ് ഇന്ന് തേടിയത്. തിരഞ്ഞെടുക്കപ്പെട്ട ചില പ്രതികരണങ്ങൾ നമുക്ക് കേൾക്കാം. റോഡപകടങ്ങളിൽ ഏറിയ പങ്കും സംഭവിക്കുന്നത് അശ്രദ്ധമായ ഡ്രൈവിംഗ് മുഖേനയാണ്. വാഹനം ഓടിക്കുന്നവരുടെ അശ്രദ്ധ, ദീർഘനേരം വാഹനം ഓടിക്കേണ്ടി വരുന്ന ഗതികേട്, ഉറക്കം തൂങ്ങി വാഹനം ഓടിക്കുന്നത് മൂലമുണ്ടാകുന്ന അപകടങ്ങൾ, ദീർഘദൂരം വണ്ടി ഓടിക്കേണ്ടി വരുന്ന ട്രക്ക് ഡ്രൈവർമാർക്ക് വിശ്രമിക്കുന്നതിനും അല്പസമയം ഉറങ്ങുന്നതിനുമൊക്കെയുള്ള വിശ്രമ സങ്കേതങ്ങളില്ലാതെ വരുന്നതൊക്കെ വലിയ അപകടങ്ങളാകുന്നു. ഏറ്റവും പ്രധാനമായി ഡ്രൈവിംഗ് പഠിപ്പിക്കണം. മാന്യമായി ഡ്രൈവ് ചെയ്യാൻ ഡ്രൈവർമാരെ പഠിപ്പിക്കേണ്ട ഗതികേടുണ്ട്. ആ കാര്യത്തിൽ സർക്കാർ കൂടുതൽ ജാഗ്രത പുലർത്തണം. ആ കാര്യത്തിൽ കൂടുതൽ പരിശീലന പദ്ധതികൾ ആവിഷ്കരിക്കണം. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം നമ്മുടെ ഇപ്പോഴത്തെ ഭൂപ്രകൃതി വെച്ചാണോ എന്നറിയത്തില്ല. റോഡിന് പല സ്ഥലങ്ങളിലും പല വളവുകളും അപകടങ്ങൾ വിളിച്ചു വരുത്തുന്ന രീതിയിലുള്ള ചില നിർമ്മാണ രീതികളാണ് നമ്മളിവിടെ അവലംബിച്ചിരിക്കുന്നത്. അതനുസരിച്ച് വാഹനം ശ്രദ്ധയോടെ ഓടിച്ചെങ്കിൽ മാത്രമേ അത് അപകടമില്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. പിന്നെ വിശ്രമ കേന്ദ്രങ്ങളില്ല. ഈ നാഷണൽ പെർമിറ്റ് ലോറികൾ, അതുപോലുള്ള ദീർഘദൂര ലോറികളൊക്കെ അവർ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ അവർക്ക് വിശ്രമിക്കാൻ ഒരു വിശ്രമ കേന്ദ്രങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അവർക്ക് നിശ്ചിത സമയത്തിനുള്ളിൽ ഇന്നയിടത്ത് എത്തിപ്പെടണം എന്നുള്ള വ്യഗ്രതയിൽ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ, അതിൻ്റെയൊക്കെ പരിണിത ഫലങ്ങളാണ്. പിന്നെ നമ്മുടെ യങ്സ്റ്റേഴ്സ് അശ്രദ്ധമായി വണ്ടി ഓടിക്കുന്നത്, ഇതെല്ലാം ഇതിനൊരു കാരണമാണ്. അശാസ്ത്രീയവും ദീർഘവീക്ഷണമില്ലാത്തതുമായ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അതിൻ്റെ പ്രധാന കാരണം അതിൻ്റെ ഏതൊരു നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ സർക്കാർ തലത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഇഴചേർന്നിരിക്കുന്ന അഴിമതിയാണ് ഇതിൻ്റെ എല്ലാം പ്രധാന കാരണം. ഇതൊക്കെ പരിഹരിച്ചിട്ട് വൃത്തിയുള്ള സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഉള്ള ഒരു റോഡും നിരത്തുകളും ഒക്കെ നമുക്ക് അപ്രാപ്യമാണ്. അതാണ് നിരാശ കൊണ്ട് പറയുന്നതാണ്. ഇതിനൊരു പരിഹാരം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള എല്ലാം സജീവം നല്ല ഒരു പരിവർത്തനം ഉണ്ടാവണം. രണ്ടാമത്, സ്കൂൾ തലം മുതലേ ജനങ്ങളിൽ, വിദ്യാർത്ഥികളിൽ ഒരു അവബോധം ഉണ്ടാകണം. നിരത്തുകളിൽ എങ്ങനെ പെരുമാറണം, വാഹനങ്ങൾ എങ്ങനെ ഓടിക്കണം, അതിന് റോഡ് സുരക്ഷാ സംബന്ധമായ കാര്യങ്ങൾ. നമ്മുടെ ഈ മലയാളി ഡ്രൈവർമാരുടെ നിരത്തിലിറങ്ങിക്കിരുന്ന മലയാളി ഡ്രൈവർമാരുടെ അഹന്ത ഭയാനകമാണ്. വേറെ ഒരിടത്തും അങ്ങനെ കാണാൻ കഴിയില്ല. ഇതുപോലെ റോഡിലിറങ്ങി കഴിഞ്ഞാൽ ഞാൻ മാത്രമാണ്, എൻ്റേത് മാത്രമാണ് റോഡെന്ന രീതിയിൽ ഓടിക്കുന്ന, ഈ നിയമങ്ങൾ പാലിക്കാതെ ഓടിക്കുന്ന ഒക്കെ ഒരു അവസ്ഥയാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ തുടർക്കഥയാകുന്നത് എന്നുള്ളതിനെ കുറിച്ച് പഠിക്കുവാൻ ഭരണ സംവിധാനങ്ങൾ തയ്യാറാവുകയും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കുന്നതിനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുകയും ചെയ്യണം. നമ്മുടെ വഴിയോരങ്ങളിൽ നിരന്തരമായി അപകടങ്ങൾ ഉണ്ടാകുന്ന പ്രദേശങ്ങളിൽ കൃത്യമായി മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളത് നിർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ വേണ്ടത്ര സിഗ്നൽ സംവിധാനങ്ങൾ ഈ റോഡുകളിൽ ഇല്ല എന്നുള്ളതും, കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായ ഘടനയ്ക്ക് അനുസൃതമായിട്ടുള്ള റോഡ് നിർമ്മാണങ്ങൾ നടത്തുന്നില്ല എന്നുള്ളതുമെല്ലാം ഈ അപകടങ്ങൾക്ക് കാരണമായി മാറുന്നുണ്ട്.